കുഴപ്പമില്ല, കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഒക്കെ ബോറായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കഥയില്ലാത്ത പോലെ തോന്നി. ആക്ടിങ് കൊള്ളാം, കുഴപ്പമില്ല. കഴിഞ്ഞതിനെ കാട്ടിക്കൊള്ളൂല. ചിരി സഹിക്കാൻ വയ്യ. അതെ അതെ അതെ. പക്ഷെ അത് ചിരിക്കാണ്. അവര് സെന്റ് ഡയലോഗ് പറയുമ്പോ ആൾക്കാർ ചിരിക്കുന്നു. തമിഴില് നല്ല ഇതുകൊണ്ടൊന്ന് കേട്ടായിരുന്നു. നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത് എടുത്തത്. പക്ഷെ എന്നാലും കണ്ടിരിക്കാം. ഒരു ത്രില്ലും ഒരു 10 മിനിറ്റിൽ ഒരു ഗൂസ് ബംസ് വരുന്നുണ്ട്. രസമുണ്ട്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് അത്ര പാസമാണ്. അതെ, ഫസ്റ്റ് ഹാഫ് തന്നെ കൊള്ളാന്നുള്ള. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല ഫിലിമായിരുന്നു. നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല പടം. പുഷ്പ നല്ലതല്ലേ? നമ്മള് എല്ലാരും ഫാമിലി ആയിട്ടല്ലേ വന്നത്. നല്ല നല്ല അടിപൊളിയാണ്. നല്ല പുഷ്പ മെയിനായിട്ട്. നടിയും കൊള്ളാം, അടിപൊളിയാണ്. കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം, കുഴപ്പമില്ല. പറയണ വലിയ നെഗറ്റീവ് ഒന്നും പടത്തിനായിട്ട് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പടം. പോസിറ്റീവായിട്ട് പറയാന്ന് വെച്ചാൽ നമ്മൾ പഴയത് കണ്ട ആ ഒരു ഇത് തന്നെയാണ് ഈ പടത്തിലും. വേറെ അതായിട്ട് പ്രതീക്ഷിക്കാനോ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാണ്. പിന്നെ ഫഹദിന്റെ റോള് കുറച്ച് കോമഡി ആണെന്ന് തോന്നെങ്കിലും എനിക്ക് അതിൽ കുറച്ച് ഇത്തിരി പോസിറ്റീവായിട്ട് തോന്നിയ ആ ഇത് തന്നെയാണ്. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഒന്നും പറയാൻ പടത്തില് പാട്ടുകളുണ്ടായിരുന്നു. കൊള്ളാം, നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. കുറെ നെഗറ്റീവ് കമന്റ്സ് കേട്ടത്, പക്ഷെ കാണാൻ വന്നപ്പോഴത്തേന് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു. നല്ല അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ല അഭിനയമായിരുന്നു. ഡാൻസിങ് ഒക്കെ സൂപ്പർ ആയിരുന്നു. കൊള്ളാം. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ബ്രോ, പുഷ്പ സിനിമ ശരിക്കും സത്യം പറഞ്ഞാൽ പടം കൊള്ളാം. നമ്മുടെ മലയാളി ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് നെഗറ്റീവ്സ്, കുറച്ച് സീൻസ്. ബാക്കി നോക്കുകയാണെങ്കിൽ സിനിമ അടിപൊളിയാണ്. ഒരു ഹൈ ലെവൽ ഉണ്ടെങ്കിലും ഒരു മുക്കാൽ ലെവൽ വരുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ സെന്റിമെന്റ്സ് കാണിച്ചത് ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ല, കറക്റ്റ് സീൻസ് ആണ്. പക്ഷേ കുറച്ച് സീരിയൽ ടൈപ്പ് ആയിപ്പോയി. സിനിമ നല്ല മാസി കാണിച്ചിട്ട് ഒരു സീരിയൽ ടൈപ്പ് ആയിപ്പോയി. കാരണം ഈ സിനിമ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. നെഗറ്റീവായിട്ട് എനിക്ക് വലിയ തോന്നില്ല. ജസ്റ്റ് ഫൈറ്റ് സീൻസ് കുറച്ച് ഗ്രാവിറ്റി ഇല്ലാത്തല്ലോ തോന്നി ചില സീൻസ്. പിന്നെ കൈയും കാലം കെട്ടി അടിക്കുന്ന ഒരു സീനുണ്ട്, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. സിനിമ അടിപൊളിയാണ്. ബട്ട് ചില പോരായ്മ മലയാളി ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങൾ പടത്തിൽ നടത്തും. ഇല്ല, ഡബിങ്ങിൽ ചെറിയ കുറച്ച് പ്രോബ്ലം ഉണ്ടായി. രശ്മിക മന്ദൻ, ഞാൻ ഈ പടം കാണാൻ വന്നപ്പോൾ രശ്മിക്ക് റോൾ ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ആക്ച്വലി. ബട്ട് റോളുണ്ട്, പുള്ളിക്കൊക്കെ റോളുണ്ട് ഈ പടത്തിൽ. ഇല്ല, ലൈക്ക് മലയാളി ഓഡിയൻസിന് ചില സീനുകൾ കാണുമ്പോൾ ചിരി വരും. ഫഹദിന്റെ ഒരു സീനുണ്ട്, സ്വിമ്മിംഗ് പൂളിലൊരു സീൻ, അത് കാണുമ്പോൾ ചിരി വരും മലയാളി ഓഡിയൻസ്. നമ്മളെ ഒരു ഉൾക്കൊള്ളുന്ന ഐഡിയ വേറെ, അവരെ തെലുങ്ക് ഓഡിയൻസിന് ഉൾക്കൊള്ളുന്ന ഐഡിയ വേറെ. അതാ ഒരു